ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 127 ഭാഗത്തിൽ കുഞ്ഞാറ്റക്കിളികൾ എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രേക്ഷക അവതരിപ്പിക്കുന്ന കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൻ്റെ കഥ പ്രേക്ഷകയും തിരക്കഥ സംഭാഷണ എസ്.എൽ. പുരവു എഴുതി പ്രേംപ്രകാശ്, എൻ.ജെ. സിറിയക്, തോമസ് കോര എന്നിവർ ചേർന്ന് നിർമ്മിച്ച ജെ. ശശികുമാർ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കുഞ്ഞാറ്റക്കിളികൾ. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസണാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സി.ഇ. ബാബുവും എഡിറ്റിംഗ് ജി. വെങ്കിട്ടരാമനും നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ മോഹൻലാൽ, ശോഭന, എം.ജി. സോമൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കെ. ജയകുമാറിൻ്റെ വരികൾക്ക് എ.ജെ. ജോസഫ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ കെ.എസ്. ചിത്ര, എസ്. ജാനകി, വത്സ, കെ.ജെ. യേശുദാസ് എന്നിവർ ആലപിച്ചിരിക്കുന്നു. ഗാനങ്ങൾ: ആകാശഗംഗ തീരത്തിനപ്പുറം ആയിരം വെണ്ണക്കൽ മണ്ഡപം, പൗർണമി തോറും ഒരേകനാം ഗന്ധർവൻ പാടാനണയുന്ന മണ്ഡപം. ഈ പൊന്നു പൂത്ത കാടുകളിൽ, സ്നേഹപ്പൂ നിറഞ്ഞ കാടുകളിൽ എന്ന് തുടങ്ങുന്ന ഗാനവും, ഓർമ്മ വയ്ക്കാനൊരു ദിവസം, സ്വന്തമാക്കാൻ ഈ നിമിഷം എന്ന് തുടങ്ങുന്ന ഗാനവും, പ്രഭാതം വിടർന്നു പരാഗങ്ങൾ ചൂടി കിനാവിൻ സുഗന്ധം ഈ എന്ന് തുടങ്ങുന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. 1986 ഏപ്രിൽ 6 ചിത്രം പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചു. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ബാലകൃഷ്ണനായി മോഹൻലാൽ, ഉഷയായി ശോഭന, വിശ്വനാഥ മേനോനായി എം.ജി. സോമൻ, കമലമ്മയായി സുകുമാരി, പണിക്കറായി മാള അരവിന്ദൻ, അയ്യപ്പൻ നായരായി തിലകൻ, ദാസപ്പനായി വി.ഡി. രാജപ്പൻ, ഭഗീരഥിയായി മീന, ഡിസിപ്ലിൻ ഡിക്രൂസായി ആലുമൂടൻ, മാധവിയായി തൊടുപുഴ വാസന്തി എന്നിവരും അഭിനയിക്കുന്നു. വിശ്വനാഥ മേനോൻ്റെ മരിച്ചുപോയ മകൻ ജയദേവൻ്റെ മരണശേഷം അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ജയദേവൻ്റെ കുഞ്ഞുമക്കളെ ബാലകൃഷ്ണൻ വിശ്വനാഥ മേനോൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ജയദേവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് വിശ്വനാഥ മേനോന് ഇഷ്ടമാകുന്നില്ല. അതിനാൽ ജയദേവന് ശാരദയെ തന്നിഷ്ടപ്രകാരം വിവാഹം കഴിച്ച് വീട് വിട്ടു പോകേണ്ടി വരുന്നു. തൻ്റെ വീട്ടിൽ ജോലിക്കായി നിന്ന ആളിൻ്റെ മകളാണ് ശാരദ എന്നുള്ളതായിരുന്നു ശാരദയിൽ വിശ്വനാഥ മേനോൻ കണ്ട കുറവ്. എങ്കിലും ജയദേവൻ വിശ്വനാഥ മേനോനെ ധിക്കരിച്ച് ശാരദയെ വിവാഹം കഴിക്കുകയും വീട് വിട്ടു പോവുകയും ചെയ്യുന്നു. അവർക്ക് 4 മക്കളുമുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ ജയദേവനും ഭാര്യയും മരിക്കുന്നു. അങ്ങനെയാണ് അനാഥരായ കുട്ടികളെ ബാലകൃഷ്ണൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ കുട്ടികളെ അംഗീകരിക്കാൻ ആദ്യമൊന്നും വിശ്വനാഥ മേനോൻ തയ്യാറാകുന്നില്ല. മുത്തച്ഛന് തങ്ങളെ ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വീട് വിട്ടിറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ വിശ്വനാഥൻ അവരെ തിരിച്ചു വിളിക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അത് ബാലകൃഷ്ണൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ല. കാരണം ബാലകൃഷ്ണൻ ഈ സ്വത്തുക്കൾ വിശ്വനാഥ മേനോൻ്റെ കാലശേഷം കിട്ടും എന്നുള്ള ഒരു ധാരണ ആണ് ബാലകൃഷ്ണൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത്. അവരും കുഞ്ഞുങ്ങളോട് ഒരകലം വയ്ക്കുന്നു. കാര്യസ്ഥൻ പണിക്കർ കുട്ടികളെ പഠിപ്പിക്കാനായി ഒരു അധ്യാപകനെ കണ്ടെത്തുന്നു. എങ്കിലും അയാളുടെ ഉപദ്രവം സഹിക്കാനാവാതെ അവർ അയാളെ പേടിപ്പിച്ച് ഓടിക്കുന്നു. ഒടുവിൽ ഉഷ അവരെ പഠിപ്പിക്കാനായി വീട്ടിലെത്തുന്നു. ഉഷയുമായി കുട്ടികൾ വളരെ വേഗത്തിൽ തന്നെ ഇണങ്ങുന്നു. ഉഷയുടെ സൗമ്യമായ പെരുമാറ്റവും സ്നേഹപൂർവമായ ഇടപെടലുകളും കുട്ടികളെ സ്വാധീനിച്ചു. പാട്ടുകളും കഥകളും ഒക്കെയായി അവർ അവരുടെ ലോകം വർണ്ണവും വസന്തവും നിറഞ്ഞതാക്കി തീർത്തു. കുട്ടികളുടെ സന്തോഷത്തിൽ ബാലകൃഷ്ണനും പങ്കുചേർന്നു. ഉഷയുടെ അച്ഛൻ കേസുകളുമായി കോടതി കയറി ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മേനോൻ ഇല്ലാതിരുന്ന ഒരു ദിവസം കുട്ടികളെ പുറത്തു കൊണ്ടുപോയതിന് ഉഷയെ മേനോൻ ശകാരിക്കുകയും അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
ഉഷ അവിടുത്തെ ജോലി മതിയാക്കി തിരിച്ചു പോകുന്നു. കുട്ടികൾക്ക് അത് വല്ലാതെ മാനസിക വിഷമമുണ്ടാക്കി. അവരുടെ വാശിക്ക് മുന്നിൽ വിശ്വനാഥൻ ഉഷയെ തിരികെ ജോലിക്ക് വരുവാനായി ഉഷയുടെ വീട്ടിൽ ചെന്ന് വിളിച്ചു കൊണ്ടുവരുന്നു. ബാലകൃഷ്ണന് ഉഷയോടുള്ള സ്നേഹം വിശ്വനാഥൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്കിലും അവർക്ക് മുന്നിൽ അയാളത് മനസ്സിലാക്കി എന്ന വിവരം കാണിക്കുന്നില്ല. പണിക്കരോടും അക്കാര്യം പറയരുതെന്ന് ചട്ടം കിട്ടുന്നു. വിശ്വനാഥ മേനോൻ പണക്കാരനാണ് എന്ന് മനസ്സിലാക്കിയ ഉഷയുടെ അച്ഛനും അമ്മയും ഉഷയെ വിശ്വനാഥ മേനോന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും അതിനുള്ള കരുക്കൾ നീക്കുകയും ചെയ്യുന്നു. താനൊരു മകളെപ്പോലെയാണ് ഉഷയെ കാണുന്നതെങ്കിലും ഉഷയെയും ബാലകൃഷ്ണനെയും പറ്റിക്കുവാൻ വേണ്ടി വിശ്വനാഥ മേനോൻ വിവാഹത്തിന് തയ്യാറായതായി അഭിനയിക്കുന്നു. കാരണം ബാലകൃഷ്ണനും ഉഷയും തമ്മിൽ ഇഷ്ടമാണെന്ന വിവരം വിശ്വനാഥ മേനോനിൽ നിന്നും അവർ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അതവർ തുറന്നു പറയുമോ എന്നറിയുകയായിരുന്നു വിശ്വനാഥ മേനോൻ്റെ ലക്ഷ്യം. ഒടുവിൽ ബാലകൃഷ്ണനെയും ഉഷയും ഒരു രാത്രിയിൽ വിവാഹം തീരുമാനിക്കുന്നു. ആ സമയത്ത് അവർ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അത് വിശ്വനാഥ മേനോൻ തടയുന്നു. അപ്പോൾ ഉഷയും ബാലകൃഷ്ണനും വിശ്വനാഥ മേനോൻ്റെ ആ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഉഷയെ താൻ മകളെപ്പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും അവരുടെ വിവാഹം എല്ലാ പേരും ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. 1980കളിൽ ഇറങ്ങിയ ഒരു സാധാ കുടുംബ ചിത്രമാണ് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രം. വളരെ നല്ലൊരു കുടുംബകഥയാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ കഴിയുന്നൊരു ചിത്രമാണ്. മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൽ മാറ്റുകൂട്ടുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഫാമിലിയായി കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് കുഞ്ഞാറ്റക്കിളികൾ എന്നുള്ള ഈ ചിത്രം. ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും മറ്റു OTT പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്കും ഷെയറും കൂടെ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.